വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 6ാം ക്ലാസ്സിലെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എ പാസ് ടു എ ഹെൽത്തി ബോഡി എന്ന 3ാമത്തെ ചാപ്റ്ററാണ്. ടെക്സ്റ്റിലെ 41ാം പേജ് മുതലാണ് നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഫാറ്റ് ലഭിക്കുന്ന കുറേ ആഹാര പദാർത്ഥങ്ങളുടെ പടമാണ് ഇപ്പോൾ ആദ്യമായി ഇവിടെ കാണുന്നത്. നമ്മൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. കർഡ് ഉണ്ട്, തൈരാണ് കർഡ്. ബദാം, ആൽമണ്ട്സ്, കാഷ്യൂനട്ടുണ്ട്, സീസെം സീഡ്സ് ഉണ്ട്, എള്ളാണ് സീസെം. സോയാബീൻ ഉണ്ട്, ഗ്രൗണ്ട് നട്ടുണ്ട്, വാൾനട്ടുണ്ട്, സൺഫ്ലവർ സീഡ്സ് ഉണ്ട്, പിസ്താച്ചിയോസ് ഉണ്ട്. പിസ്താച്ചിയോസ് മീൻസ് പിസ്ത തന്നെയാണ്. ബട്ടറുണ്ട്, വെണ്ണ. അപ്പോൾ ഈ പറയുന്ന വസ്തുക്കളെല്ലാം തന്നെ നമുക്ക് കൂടിയ അളവിൽ ഫാറ്റ് തരുന്ന ആഹാര പദാർത്ഥങ്ങളാണ്. പോളാർ ബിയേഴ്സ് അഥവാ ധ്രുവക്കരടികൾ, ദേ അക്യുമുലേറ്റ് എ ലോട്ട് ഓഫ് ഫാറ്റ് അണ്ടർ ദെയർ സ്കിൻ. അവയുടെ തൊലിക്കടിയിൽ ഫാറ്റ് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ദിസ് ഫാറ്റ് സെർവ്സ് ആസ് ആൻ എനർജി സോഴ്സ്. ഈ ഫാറ്റ് ഒരു എനർജി സോഴ്സായിട്ട് അവയ്ക്ക് ഉപയോഗിക്കാം. ഇറ്റ് സപ്പോർട്ട്സ് ദം ഡ്യൂറിങ് ദ മന്ത്സ് ഓഫ് ലോങ് വിൻ്റർ സ്ലീപ്പ്. വിൻ്റർ കാലത്ത് ദീർഘകാലത്തേക്ക് ഉറങ്ങിക്കിടക്കുന്ന സമയമുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് വിൻ്റർ സ്ലീപ്പ് ഓർ ഹൈബർനേഷൻ. ശീതകാല നിഷ്ക്രിയത എന്നാണ് ഞാൻ പറയുന്നത്. ശീതകാല നിഷ്ക്രിയതയുടെ സമയത്ത് ദീർഘനാളത്തേക്ക് അനങ്ങാതെ കിടക്കാൻ അവയ്ക്ക് സഹായിക്കുന്നത് ഈ പറയുന്ന ഫാറ്റിൻ്റെ ഡെപ്പോസിഷനാണ്. ഇനേബിളിംഗ് ദം ടു സർവൈവ് വിത്തൗട്ട് ഈറ്റിംഗ്. ആഹാരം കഴിക്കാതെ ദിവസങ്ങളോളം മാസങ്ങളോളം ഇങ്ങനെ ജീവിക്കാൻ അവയ്ക്ക് കഴിയുന്നത് ഈ ഫാറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. സോ പോളാർ ബിയറിൻ്റെ കാര്യം ഓർക്കണം കേട്ടോ. ദെൻ പ്രോട്ടീൻസ് അടുത്തതാണ്. പ്രോട്ടീൻസ് ആർ ഓൾസോ ആൻ ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് അവർ ഫുഡ്സ്. നമ്മുടെ ഫുഡിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ കിട്ടുന്ന നിന്നൊക്കെയാണ് മിൽക്ക് പ്രോഡക്ട്സ് ആൻഡ് പൾസസ് ആർ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. ഓർത്തിരിക്കേണ്ടതാണ്. മിൽക്ക് പ്രോഡക്ട്സ് ആൻഡ് പൾസസ്, പയറുവർഗ്ഗങ്ങൾ, ആർ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ ഏറ്റവും നല്ല സോഴ്സ് പാലും പാലുൽപ്പന്നങ്ങളും പയറുവർഗ്ഗങ്ങളും അവയ്ക്കാണ്. സ്പോർട്സ് പേഴ്സൺ നീഡ് പ്രോട്ടീൻസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ടു ബിൽഡ് ദർ മസിൽസ്. സ്പോർട്സ്മാൻസിന് മസിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രോട്ടീൻ അത്യാവശ്യമാണ്. പീപ്പിൾ ഗെറ്റ് പ്രോട്ടീൻസ് ഫ്രം പ്ലാന്റ്സ് ആസ് വെൽ ആസ് ആനിമൽസ്. മനുഷ്യർക്ക് പ്രോട്ടീൻ ലഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നും കിട്ടും, അതുപോലെ തന്നെ ആനിമൽസിൽ നിന്നും കിട്ടുന്നുണ്ട്. സം എക്സലൻ്റ് പ്ലാന്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആർ പൾസസ്, ബീൻസ്, പീസ് ആൻഡ് നട്ട്സ്. ഇതൊക്കെയാണ് പ്രോട്ടീൻ കിട്ടുന്ന പ്രധാനപ്പെട്ട സസ്യങ്ങൾ. പൾസസ് പയറുവർഗ്ഗങ്ങൾ, ബീൻസ് ഉണ്ട്, പീസ് ആൻഡ് നട്ട്സ് അവയിൽ നിന്നെല്ലാത്തിനും കിട്ടുന്നതാണ്. പ്രധാനമായിട്ടും കൂടുതൽ അവയിലുള്ളത് പ്രോട്ടീനാണ്. അനിമൽ സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആർ മിൽക്ക്, പനീർ, എഗ്, ഫിഷ് ആൻഡ് മീറ്റ്. എന്തൊക്കെയാണ് അനിമൽ സോഴ്സ് എന്ന് പറയുന്നത്? മിൽക്ക്, പാല്. പനീർ എന്ന് പറഞ്ഞാൽ പാലിറച്ചിയാണ്. പാലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഇറച്ചിയാണ് പാലിറച്ചി എന്നാണ് പനീറിൻ്റെ പേര്. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മിൽക്ക്. പിന്നെ മുട്ടയിൽ നിന്ന് കിട്ടും, മീനിൽ നിന്ന് കിട്ടും, ഇറച്ചിയിൽ നിന്ന് കിട്ടും. പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ശരീരത്തിൻ്റെ റിപ്പയറിനും ഒക്കെ സഹായിക്കുന്ന വസ്തുവാണ് പ്രോട്ടീൻ. ദർഫോർ ഇറ്റ് ഈസ് കോൾഡ് ബോഡി ബിൽഡിംഗ് ഫുഡ്സ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കണം വാട്ട് ഈസ് ദ ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ബോഡി ബിൽഡിംഗ്, ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ഫുഡെന്ന് ചോദിച്ചാൽ പ്രോട്ടീനാണ്. ദ റൈറ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ഓഫ് ദി ഗ്രോവിംഗ് ചിൽഡ്രൻ ഫോർ ദർ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. വളരുന്ന കുട്ടികളുടെ ആഹാര പദാർത്ഥങ്ങളിൽ ഈ പറയുന്ന പ്രോട്ടീൻ ഒരു മസ്റ്റാണ്, അത് ഉൾപ്പെടുത്തിയിരിക്കണം. റൈറ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ഓഫ് ഗ്രോവിംഗ് ചിൽഡ്രൻ. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത്, അവരുടെ ശരിയായ വളർച്ചയ്ക്ക് വേണ്ടി, ആൻഡ് ഡെവലപ്മെൻറ്റ്, അവരുടെ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ ഇത് നമ്മൾ പ്രോട്ടീൻ അവരുടെ ഫുഡിൽ നൽകിയിരിക്കണം. ഹാവ് യു സീൻ മഷ്റൂംസ്? നിങ്ങൾ കൂണുകൾ കണ്ടിട്ടുണ്ടോ? ദ ഗ്രോ മോസ്റ്റ്ലി ഇൻ ഡാർക്ക് ആൻഡ് മോയിസ്റ്റ് പ്ലേസസ്. അത് വളരുന്നത് നനവും ഇരുളുമുള്ള പ്രദേശങ്ങളിലാണ്. അല്പം ഇരുട്ടൊക്കെ ഉള്ള വലിയ സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലങ്ങളിലാണ്. എഡിബിൾ മഷ്റൂംസ് ആർ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. ആഹരിക്കാവുന്ന അല്ലെ കഴിക്കാവുന്ന കൂണുകളൊക്കെ പ്രോട്ടീൻ്റെ നല്ല കണ്ടൻ്റ് ഉള്ളവയാണ്. അപ്പോൾ ഓർത്തോണം, കൂണുകൾ പ്രോട്ടീൻ നൽകുന്നവയാണ്. Why do you think we are advised to include servings of fruits, vegetables and other plant-based foods in our daily diet? നമ്മുടെ നിത്യേനയുള്ള ആഹാരക്രമത്തിൽ ഈ പറയുന്ന സസ്യോൽപ്പന്നങ്ങളായിരിക്കുന്ന ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, മറ്റ് പ്ലാന്റ് ബേസ്ഡ് ഫുഡ്സൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
നമുക്കത് നോക്കാം. ലെറ്റസ് അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സം അതർ ഫുഡ് കമ്പോണൻറ്റ്സ്. മറ്റ് ചില ഫുഡ് കമ്പോണൻറ്റിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം ബൈ റീഡിങ് ഫോളോവിങ് 2 കേസസ്. താഴെ രണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കാം. കേസ് 1. ഇൻ ഏർലിയർ ടൈംസ്, പണ്ട് കാലങ്ങളിൽ, ഡ്യൂറിങ് ലോങ് വോയേജസ്, ദീർഘദൂര കപ്പൽ യാത്രയിൽ, സെയിലേഴ്സ് ഓഫൺ സഫേർഡ് ഫ്രം ബ്ലീഡിങ് ആൻഡ് സ്വളൻ ഗംസ്. നാവികർക്ക് മോണ വീർക്കുന്ന അസുഖവും മോണയിൽ നിന്ന് ചോര വരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. സ്വളൻ ഗംസ്, മോണ വീർക്കുക. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ മോണയിൽ നിന്ന് ചോര വരുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലീഡിംഗ് ആൻഡ് സ്വളൻ ഗംസ് ആർ സിംറ്റംസ് ഓഫ് എ ഡിസീസ് കോൾഡ് സ്കർവി. ഇത് സ്കർവിയുടെ ലക്ഷണങ്ങളാണ്, ഈ മോണ വീർപ്പും ഈ മോണയിൽ നിന്ന് രക്തം വരലും. വാട്ട് യു ഇൻറ്റർപ്രറ്റ് ബൈ റീഡിങ് കേസ് 1? എന്ത് മനസ്സിലായി ഈ കേസ് 1 നോക്കിയിട്ട്? വാട്ട് ക്യൂവേഴ്സ് സ്കർവി? എങ്ങനെയാണ് ഈ സ്കർവി മാറുന്നത്? ലെമൺ ആൻഡ് ഓറഞ്ച് ഹെൽപ്പ് ഇൻ ക്യൂറിങ് സ്കർവി. ലെമൺ ചെറുനാരങ്ങ, അതുപോലെ തന്നെ ഓറഞ്ച്, ദ ഹെൽപ്പ് ഇൻ ക്യൂറിങ് സ്കർവി. സ്കർവി കുറയാനായിട്ട് നമുക്ക് ചെറുനാരങ്ങയും ഓറഞ്ച് സഹായിക്കും. സ്കർവി ഈസ് കോസ്ഡ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടാണ് ഈ പറയുന്ന സ്കർവി ഉണ്ടാകുന്നത്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. വാട്ട് കോസസ് ദിസ് സ്കർവി? സ്കർവി ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണ് സ്കർവി. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അതിൻ്റെ മോണ വീർപ്പും സ്വളൻ ഗംസ് ആൻഡ് ബ്ലീഡിങ്, അതതിൻ്റെ ലക്ഷണങ്ങൾ. വൈറ്റമിൻ സി പ്രസൻറ്റ് ഇൻ ദ സിട്രസ് ഫ്രൂട്ട്സ് ലൈക്ക് ലെമൺ ആൻഡ് ഓറഞ്ചസ് ഹെൽപ്സ് ഇൻ ക്യൂറിങ് ദിസ് ഡിസീസ്. ചെറുനാരങ്ങയിലും ഓറഞ്ചിലുള്ള വൈറ്റമിൻ സി സ്കർവി കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇൻ കേസ് 2 നോക്കാം. രണ്ടാമത്തെ കേസ്. ഇൻ ദി 1960s, Indian scientists found that among the human population in the Himalayan region and the northern plains of India, symptoms of swelling at the front of the neck was prevalent. ഇന്ത്യൻ സയൻറ്റിസ്റ്റ് കണ്ടത് ഇതാണ്. ഹിമാലയൻ പ്രദേശങ്ങളിലും വടക്കേ ഇന്ത്യൻ സമതല പ്രദേശങ്ങളിലും ജനങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരു പ്രത്യേക രോഗലക്ഷണം ആണ്. അവരുടെ കഴുത്തിന് മുൻവശത്തായിട്ട് മുഴ ഉണ്ടാകുന്ന സാധാരണമാണ്. ആസ് പെർ നോംസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നയമനുസരിച്ചിട്ട് ആൻ എഫേർട്ട് വാസ് മെയ്ഡ് ടു സപ്ലിമെൻറ്റ് കോമൺ സോൾട്ട് വിത്ത് അയഡിൻ ഫോർ പ്രിപ്പയറിങ് അയഡൈസ്ഡ് സോൾട്ട്. അയഡൈസ്ഡ് സോൾട്ട് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് കോമൺ സോൾട്ടിനോട് അയഡിൻ ചേർത്ത് റെഡിയാക്കുവാൻ തുടങ്ങി. ദ കൺസെപ്റ്റ് ഓഫ് അയഡൈസ്ഡ് സോൾട്ട് വിസിബിളി റെഡ്യൂസ് ദ അബവ് സിംറ്റംസ്. ഈ അയഡൈസ്ഡ് സോൾട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം ആൾക്കാർക്ക് വളരെയധികം മാറ്റങ്ങളുണ്ടായി. അവർക്ക് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാതായി, അതില്ലാതായി. ദീസ് സിംറ്റംസ് വർ ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ഇൻ ദ സോയിൽ ഓഫ് ദിസ് റീജിയൻ. ഈ ഭാഗത്തെ ഭൂപ്രദേശങ്ങളിലെ മണ്ണിൽ അയഡിൻ സോൾട്ടിൻ്റെ കുറവുള്ളതിനാണ് ഇത്തരം പ്രശ്നങ്ങളുണ്ടായത്. റിസൾട്ടിങ് ഇൻ ദ ലാക്ക് ഓഫ് അയഡിൻ ഇൻ ദ ലോക്കൽ ഫുഡ്. അതുമൂലം ലോക്കൽ ഫുഡിൽ അയഡിൻ്റെ അംശം കുറഞ്ഞു. ആൻഡ് വാട്ടർ സപ്ലൈയിലും. സ്വെല്ലിംഗ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ നെക്ക് ഈസ് ദ സിംറ്റം ഓഫ് ദ ഡിസീസ് കോൾഡ് ഗോയിറ്റർ. ഗോയിറ്റർ എന്ന രോഗത്തിൻ്റെ ലക്ഷണമാണ് കഴുത്തിൻ്റെ മുൻഭാഗത്ത് ഉണ്ടായി വരുന്ന ഈ മുഴ. വാട്ട് ഡു യു ഇൻഫർ ഫ്രം കേസ് 2? ഈ കേസ് 2-ൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? യു മേ ഹാവ് ലേൺഡ് അബൌട്ട് അയഡൈസ്ഡ് സോൾട്ട് ത്രൂ ന്യൂസ് പേപ്പേഴ്സ്. ഒരുപക്ഷേ നിങ്ങൾ അയഡൈസ്ഡ് സോൾട്ടിനെ പറ്റി പത്രങ്ങളിലൂടെ കണ്ടിരിക്കാം, അഡ്വർടൈസ്മെൻറ്റിലൂടെ, പരസ്യങ്ങളിലൂടെ, ഓർ ബൈ റീഡിങ് അബൌട്ട് ഇറ്റ് ഇൻ എ സോൾട്ട് പാക്കറ്റ്. സോൾട്ട് പാക്കറ്റിൽ കണ്ടത് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അയോഡൈസ്ഡ് സോൾട്ട് ഈസ് സിംപ്ലി കോമൺ സോൾട്ട് മിക്സഡ് വിത്ത് റിക്വയർഡ് ക്വാണ്ടിറ്റീസ് ഓഫ് സോൾട്ട്സ് ഓഫ് അയഡിൻ. അയഡൈസ്ഡ് സോൾട്ട് എന്ന് പറഞ്ഞാൽ കോമൺ സോൾട്ടിനോട് ആവശ്യമുള്ള അത്ര അളവിൽ അയഡിൻ സോൾട്ട് ചേർത്തുണ്ടാക്കുന്നതാണ് ഈ അയഡൈസ്ഡ് സോൾട്ട് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? സോൾട്ട് ഫാമിംഗ് ഈസ് എ ട്രഡീഷണൽ പ്രാക്ടീസ് ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റി നെയ്മഡ് അഗാറിയാസ്. അഗാറിയാസ് എന്ന് പറയുന്ന ഗോത്രവർഗ്ഗക്കാരുടെ പാരമ്പര്യ ജോലിയാണ് ഉപ്പ് വിളയിക്കൽ. ദേ പ്രാക്ടീസ് സോൾട്ട് ഫാമിംഗ് ഇൻ ദ ലിറ്റിൽ റാൻ ഓഫ് കച്ച് ആൻഡ് അതർ പാർട്സ് ഓഫ് ഗുജറാത്തിൻ്റെ പല ഭാഗങ്ങളിലും അതുപോലെ ലിറ്റിൽ റാൻ ഓഫ് കച്ചിലും ആണ് ഇവർ വിളയിക്കുന്നത്, അല്ലെ ഉപ്പുണ്ടാക്കിയെടുക്കുന്നത്. ഫോർ 8 months ലീവ് ഇൻ എക്സ്ട്രീം ഹീറ്റ്. അവർ അതികഠിനമായ ചൂടിലാണ് 8 മാസത്തോളം കഴിച്ചു കൂട്ടുന്നത്. ഓഫ് ദ ഡെസേർട്ട് ആൻഡ് വർക്ക് വെരി ഹാർഡ് ടു ഗെറ്റ് സോൾട്ട് ഫ്രം ദ സീ വാട്ടർ. കടലിൽ നിന്ന് ഉപ്പ് കിട്ടാൻ വേണ്ടിയുള്ള കഠിന ജോലിയാണ് അവർ ചെയ്യുന്നത്. അഗാറിയസ് എന്ന ഗോത്ര ജനവിഭാഗം അവരുടെ പാരമ്പര്യ ജോലിയായി ഉപ്പ് വിളയിക്കുന്നത് ലിറ്റിൽ റാൻ ഓഫ് കച്ചിലാണെന്നും
അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഇവർ ഇത്തരത്തിലുള്ള ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന അഗാറിയാസാണ് ഗുജറാത്തിൽ പല ഭാഗങ്ങളിലായിട്ട് സമുദ്രതീരത്തുനിന്നും ഉപ്പ് വിളയിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഉപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അടുത്തതായി തന്നിരിക്കുന്ന ചാർട്ട് 3.5 ചാർട്ടാണ്. ആ ചാർട്ടിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫുഡ് കമ്പോണൻറ്റ് ഏതൊക്കെയാണ്? വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ B1 ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, കാൽസ്യം ഉണ്ട്, അയഡിൻ ആൻഡ് അയൺ. അതിങ്ങനെ താഴേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനി വശത്തേക്കാണ് കേട്ടോ വൈറ്റമിൻ എ. അതിൻ്റെ ഫങ്ഷൻ കീപ് ഐസ് ആൻഡ് സ്കിൻ ഹെൽത്തി. വൈറ്റമിൻ എ കീപ്സ് ഐസ് ആൻഡ് സ്കിൻ ഹെൽത്തി. കണ്ണും ശരീരത്തിൻ്റെ ത്വക്കും സ്കിന്നും വളരെ ആരോഗ്യമുള്ളതായി സൂക്ഷിക്കുന്ന വൈറ്റമിൻ എ ആണ്. അത് കിട്ടുന്നത് പപ്പായ സോഴ്സസ് ആണ്. പപ്പായ, ക്യാരറ്റ്, മാംഗോ, മിൽക്ക് എന്നിവയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ പറയുന്ന വൈറ്റമിൻ എ. അതില്ല എങ്കിൽ ഡെഫിഷ്യൻസി ഡിസീസ് എന്താണ്? ലോസ് ഓഫ് വിഷനാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് വരും. അതാണ് ഒരു കാര്യം. രാത്രി കാലങ്ങളിൽ കണ്ണ് കാണാൻ മേലാതാകുന്ന അവസ്ഥ വരും. അതിൻ്റെ സിംറ്റംസ് അതാണ്: പുവർ വിഷൻ, ലോസ് ഓഫ് വിഷൻ ഇൻ ദ ഡാർക്ക്നെസ്. ഇരുളിൽ മങ്ങിയ വെളിച്ചത്തെ കണ്ണ് കാണാൻ പറ്റാതെ വരും. സംടൈംസ് കംപ്ലീറ്റ് ലോസ് ഓഫ് വിഷൻ, ചിലപ്പോൾ കംപ്ലീറ്റ് ലോസ് ഓഫ് വിഷനും വരാം ഡ്യൂ ടു വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. അപ്പോൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ നമ്മളെന്താ ചെയ്യേണ്ടത്? പപ്പായയിലും ക്യാരറ്റും മാംഗോയും മിൽക്കും ഒക്കെ കഴിച്ചാൽ മതി. അപ്പം നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ എ കിട്ടും കേട്ടോ. ദെൻ കംസ് വൈറ്റമിൻ B1. വൈറ്റമിൻ ബി എൻ്റെ ഫങ്ഷൻ എന്താണ്? കീപ്പ് ഹാർട്ട് ഹെൽത്തി ആൻഡ് സപ്പോർട്ട്സ് ബോഡി ടു പെർഫോം വേരിയസ് ഫങ്ഷൻ. ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന വൈറ്റമിൻ B1 ആണ്. ടു പെർഫോം വേരിയസ് ഫങ്ഷൻ, ശരീരത്തിൻ്റെ പല ആവശ്യങ്ങളും നേടിയെടുക്കണമെങ്കിൽ ഹാർട്ട് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് വൈറ്റമിൻ B1 വേണം. അത് കിട്ടുന്നത് ലെഗൂംസിൽ നിന്ന്, നട്ട്സിൽ നിന്ന്, ഹോൾസ് ഗ്രെയിൻസിൽ നിന്ന്, സീഡ്സ്, മിൽക്ക് പ്രോഡക്ട്സ് അതിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പോൾ വൈറ്റമിൻ B1 കിട്ടുന്നത് ലെഗൂമുകളിൽ നിന്ന്, പയറുകൾ, വർഗ്ഗച്ചെടികളിൽ നിന്ന്. പിന്നെയോ നട്ട്സിൽ നിന്ന് കിട്ടും. കാഷ്യൂ നട്ട്സ് പോലുള്ള നട്ട്സുകളിൽ നിന്ന്, വാൾനട്ട് പോലുള്ള നട്ട്സുകളിൽ നിന്ന് കിട്ടും. ഹോൾ ഗ്രെയിൻസ്, ധാന്യങ്ങൾ, അതിൽ നിന്ന് കിട്ടും. പിന്നെ സീഡ്സിൽ നിന്ന് കിട്ടും, മിൽക്ക് പ്രോഡക്ട്സിൽ നിന്നൊക്കെ കിട്ടും. പിന്നെയോ വൈറ്റമിൻ ബി കുറവാണെങ്കിൽ ബെർബറി എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവും. ഇറ്റ്സ് എ ഡെഫിഷ്യൻസി ഡിസീസ് കോസ്ഡ് ബൈ വൈറ്റമിൻ ബി. അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. സ്വെല്ലിംഗ്, ടിംഗ്ലിംഗ് ഓർ ബേണിംഗ് സെൻസേഷൻ ഇൻ ഫിറ്റ് ആൻഡ് ഹാൻഡ്സ് ആൻഡ് ട്രബിൾ ഇൻ ബ്രീതിങ്. സ്വെല്ലിംഗ് ഉണ്ടാകാം, ചെറിയ ടിംഗ്ലിംഗ് ഓർ ബേണിംഗ് സെൻസേഷൻ വരും. ബേണിംഗ് സെൻസേഷൻ ഇൻ ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്, കയ്യിലും കാലിലും ഒക്കെ പൊള്ളുന്ന പോലെ തോന്നും. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B1. അത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ദ ബോഡി ടു ഫൈറ്റ് ഡിസീസസ്. രോഗങ്ങളോട് പ്രതിരോധിച്ചിരിക്കാൻ നമ്മെ സഹായിക്കുന്ന വൈറ്റമിൻ സി ആണ്. ഹെൽപ്സ് ബോഡി ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഡിസീസസ്. അത് കിട്ടുന്നത് ആംലയിൽ നിന്ന് കിട്ടും, അതായത് നെല്ലിക്കായിൽ നിന്ന്, ഗുവാവയിൽ നിന്ന് കിട്ടും, പേരയ്ക്കയിൽ നിന്ന്, ഗ്രീൻ ചില്ലി, പച്ചമുളക്, ഓറഞ്ച്, ലെമൺ എന്നിവയിൽ നമുക്ക് ഈ പറയുന്ന വൈറ്റമിൻ സി ലഭിക്കുന്നതാണ്. വൈറ്റമിൻ സിയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗമാണ് സ്കർവി, ബ്ലീഡിങ് ഗംസ്, സ്ലോ ഹീലിംഗ് ഓഫ് വൂൺസ്. ഇതെല്ലാം ഈ വൈറ്റമിൻ സിയുടെ കുറവ് കണ്ടാണ് ഉണ്ടാകുന്നത്. ദെൻ വൈറ്റമിൻ ഡി ഹെൽപ്സ് ദ ബോഡി ടു അബ്സോർബ് കാൽസ്യം ഫോർ ബോൺ ആൻഡ് ടീത്ത് ഹെൽത്ത്. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. ഇത് നമുക്ക് പ്രധാനമായിട്ടും ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. നാം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. മിൽക്ക്, ബട്ടർ, അതുപോലെ തന്നെ ഫിഷ്, എഗ്ഗ് എന്നിവയിൽ വൈറ്റമിൻ ഡി ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി ഉള്ളത് എവിടെയൊക്കെയാണ്? സൂര്യപ്രകാശത്തിൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. സൂര്യപ്രകാശം നമ്മുടെ തൊലിയിൽ ഏൽക്കുമ്പോൾ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പാലിലുണ്ട്, വെണ്ണയിലുണ്ട്, മീനിലുണ്ട്, എഗ്ഗിലുണ്ട്. ദെൻ കംസ് അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് റിക്കറ്റ്സ്. വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ കാലൊക്കെ വളഞ്ഞിങ്ങനെ ഇരിക്കും. സോ റിക്കറ്റ്സ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവും. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം റിക്കറ്റ്സ് എന്ന അസുഖം ഉണ്ടാവും. സോഫ്റ്റും ബെൻഡും ആയിരിക്കുന്ന ബോൺസാണ് ഇതിൻ്റെ ലക്ഷണം. സോഫ്റ്റ് ആയിരിക്കുന്നു വളർന്നതുമായ എല്ലുകൾ, അതായിരിക്കും ഇതിൻ്റെ ലക്ഷണം. കാൽസ്യം കീപ്സ് ബോൺ ആൻഡ് ടീത്ത് ഹെൽത്തി. പല്ലിനും എല്ലിനും ആരോഗ്യം നൽകുന്നത് കാൽസ്യമാണെന്ന് ഓർക്കണം. എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? പാലിൽ നിന്ന് കിട്ടും, തൈരിൽ നിന്ന് കിട്ടും, ചീസിൽ നിന്ന് കിട്ടും, പനീറിൽ നിന്ന് കിട്ടും. പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും, സോയാ മിൽക്ക്, അതിലൊക്കെയാണ് ഈ കാൽസ്യം കാണുന്നത്. ബോൺ ആൻഡ് ടൂത്ത് ഡീക്കേ ഉണ്ടാവും ഇതിൻ്റെ കുറവ് മൂലം. വീക്ക്നെസ് ഓഫ് ബോൺസും ടൂത്ത് ഡീക്കേയുമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. പല്ല് കേടുവരുന്നു. പിന്നെ അയഡിൻ ഹെൽപ്സ് ടു പെർഫോം ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റീസ്.
മാനസികവും ശാരീരികമായ പ്രവർത്തനത്തിന് അയഡിൻ വേണം. കിട്ടുന്നത് സീവീഡ്സിൽ നിന്നും വാട്ടർ ചെസ്റ്റ്നട്ട്സിൽ നിന്ന് കിട്ടും. അയഡൈസ്ഡ് സോൾട്ടിൽ നിന്നും നമുക്ക് അയഡിൻ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന രോഗം ഗോയിറ്ററാണ്. സ്വെല്ലിംഗ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ നെക്ക്, കഴുത്തിൻ്റെ മുൻവശത്ത് ഒരു മുഴയുണ്ടാവും. സോ ഇറ്റ് ഇസ് കോൾഡ് ഗോയിറ്റർ ആൻഡ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ. അടുത്ത അയൺ ആണ്. ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ബ്ലഡാണ്. ബ്ലഡിലെ പ്രധാനപ്പെട്ടൊരു കമ്പോണൻറ്റ് അയണാണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും ബീട്രൂട്ടിലും പോമഗ്രനേറ്റും ഒക്കെ അയൺ ധാരാളമുണ്ട്. ഇന്നത്തിലൊക്കെയാണ് പച്ചിലക്കറികൾ, അതുപോലെ ബീട്രൂട്ടിൽ, പിന്നെ മാതള നാരങ്ങയിലും. ശരീരത്തിൽ അയണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് അനീമിയ അഥവാ വിളർച്ച. പിന്നെയോ വീക്ക്നെസ്, ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത്, ക്ഷീണിതരായിരിക്കും. അതുപോലെ തന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് ഉണ്ടാകുന്നതാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.